ഖുർആൻ കയ്യിലുള്ള മുസ്ലിങ്ങൾ ഇപ്പോഴും ഖുർആനിൽ നിന്ന് ഏറെ അകലെയാണെന്ന് ജമാഅത്തെ ഇസ്ലാമി ഹിന്ദ് കേരള സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ഹക്കീം നദ്വി പറഞ്ഞു. ജമാഅത്തെ ഇസ്ലാമി മാറഞ്ചേരി ഏരിയ സംഘടിപ്പിച്ച ഖുർആൻ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. ജീവിതത്തിൽ സ്വാധീനം ചെലുത്താതെ ഇന്നും ഒട്ടേറെ മുസ്ലിങ്ങൾ ഒരു മതഗ്രന്ഥം എന്ന ആദരവ് നൽകി ഖുർആനെ അവഗണിക്കുകയാണെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. പാലസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ ജമാഅത്തെ ഇസ്ലാമി മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് MC നസീർ അധ്യക്ഷത വഹിച്ചു. ഷെരീഫ്, വി കുഞ്ഞിമരക്കാർ, KV മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. ജീവിതത്തിന്റെ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട കാര്യമാവാം, രാഷ്ട്രീയ രംഗത്ത് നിങ്ങൾ നേരിടുന്ന പ്രശ്നമാവാം, ഒരു വ്യക്തി എന്ന നിലയ്ക്ക് നിങ്ങളുടെ വ്യക്തി ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യമാവാം, ഒരു നാഗരികതയുടെ പ്രശ്നമാവാം, ഒരു സംസ്കാരത്തിന്റെ പ്രശ്നമാവാം, നിങ്ങളുടെ വിദ്യാഭ്യാസ ജീവിതവുമായി ബന്ധപ്പെട്ട വിഷയമാവാം, അങ്ങനെ എന്തുമാവാം. അതിനെല്ലാം ശിഫ അല്ലാഹുവിന്റെ ഖുർആനിലുണ്ട്. വറഹ്മത്തുൻ, അത് കാരുണ്യമാണ്. നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ടല്ല. ഖുർആൻ നിങ്ങളെ കഷ്ടപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ജീവിതത്തെ റിജിഡാക്കാൻ വേണ്ടിയിട്ടല്ല, നിങ്ങളുടെ ജീവിതം അനായാസേനെ മനോഹരമായി ഈ ഭൂമി ലോകത്ത് ജീവിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള അവസരം അല്ലാഹുവിന്റെ ഖുർആൻ നിങ്ങളുടെ മുമ്പിൽ ഒരുക്കി നൽകുകയാണ്. അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഖുർആൻ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ആ ഖുർആനിൽ വിശ്വസിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ആ ഖുർആൻ നിങ്ങൾക്ക് ശിഫയാണ്, ആ ഖുർആൻ നിങ്ങൾക്ക് റഹ്മത്താണ്. എന്നാൽ വലാ യസീദു ളാലിമീന ഇല്ലാ ഖസാറ, അക്രമകാരികളായ, താന്തോന്നികളായ, ദൈവനിഷേധികളായ, പടച്ചതമ്പുരാന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പാലിക്കാതെ ധിക്കരിച്ച് ജീവിക്കാൻ വേണ്ടി തീരുമാനിച്ച അക്രമത്തിന്റെയും അനീതിയുടെയും അധർമ്മത്തിന്റെയും അസത്യത്തിന്റെയും പക്ഷത്ത് നിലകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകൾ ആരാണെങ്കിലും, അത് ബൈഡനാവാം, അത് ബെഞ്ചമിൻ നെതന്യാഹു ആവാം, അത് നരേന്ദ്രമോദിയാവാം, അത് അമിത് ഷാ ആവാം, ആരാണെങ്കിലും അക്രമത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന അക്രമങ്ങൾ വർദ്ധിപ്പിച്ചവർ ഒരുപക്ഷെ ചെയ്തേക്കാം, പക്ഷേ അവരുടെ ജീവിതത്തിൽ ആത്യന്തികമായ ഒരു നാശം മാത്രമേ ഉണ്ടാക്കൂ. NCV ന്യൂസ്, പൊന്നാനി.